ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിന്റെ വീഡിയോ ഇട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് ഏകദേശം 2 ആഴ്ചയായി. ഓൾമോസ്റ്റ് 13 ദിവസമായി. അതായത് നമ്മളെ ചാനലിൽ നോക്കിയാൽ അറിയാം 13. ഷെയ്ഡർ ഒന്നും ഇട്ടിട്ടില്ല, ശോകമാണല്ലോ. എന്താണ് മച്ചാനെ ഷെയ്ഡർ ഒന്നും ഇടാത്തെ? ഞാൻ പിന്നെ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വേൾഡൊക്കെ ഉണ്ടാക്കിയിട്ട് TNT വെച്ച് തല്ലി പൊട്ടിച്ചായിരുന്നു. ഒരു രസമല്ലേ, എന്റർടൈൻമെന്റ്. ആർക്കാണ് എന്റർടൈൻമെന്റ് വേണ്ടാത്തത്? അങ്ങനെ ആരുമില്ല. ഓക്കെ, വേണ്ടാത്തവര് ചിലവരുണ്ടാവും. ഐ ഡോണ്ട് നോ. ഓക്കെ, ആൻഡ് ഈ മൈക്ക് വെച്ചേക്കുന്നത്, ഈ മൈക്ക് വെക്കാൻ ഇച്ചിരി പാടാ നമ്മുടെ മേത്തെ. അതായത് ഇപ്പൊ കുഴപ്പമില്ല. ആൻഡ് നമ്മുടെ സ്കിന്നൊക്കെ മാറിയിരുന്നു, അത് നിങ്ങൾ അറിഞ്ഞല്ലോ. അത് പിന്നെ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്കിന്ന് മാറിയ കാര്യമായിട്ടുണ്ടായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ആൻഡ് നമുക്ക് ഇന്ന് ഇപ്പോ പറയുകയാണെങ്കിൽ മെയിനായിട്ട് വലിയ പരിപാടിയൊന്നുമില്ല. നമുക്ക് ചുമ്മാ വേണമെങ്കിൽ ഒന്ന് നെതറിൽ പോവാം. നമ്മൾ ഇതുവരെ നെതറിൽ പോയിട്ടില്ല. ഒരു ലാസ്റ്റ് എന്നോ പോയായിരുന്നു. യെസ്, കണ്ടന്റ് ഒന്നും ഇല്ലാതെ ചുമ്മാ കുറെ ഷോർട്സ് ചെയ്യാം. എൻ്റെ പൊന്നെ ഗൈസ്, ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഭ്രാന്ത് പിടിച്ചു കേട്ടോ. ഞാൻ തള്ളുന്നില്ല, ഞാൻ ഇരുന്ന് എഡിറ്റ് ചെയ്യല്ലേ. നിങ്ങൾ ഒരു ചാനലിൽ നോക്കിയാൽ അറിയാം, ഒരു മെർസഡീസിന്റെ എഡിറ്റ് ഉണ്ട്, ഒരു ബ്ലാക്ക് കളർ മെർസഡീസിന്റെ ഒരു എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടറിയാം എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ അതിൽ ആ ഒരു എഡിറ്റിൽ ഞാനത് കുറേ നേരം എടുത്ത് ചെയ്തതാണ്. കുറേന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 2-3 മണിക്കൂർ എങ്ങാണ്ട് എടുത്തു അത് ചെയ്യാനായിട്ട്. ഞാൻ ചെയ്യും തെറ്റും കാരണം എഡിറ്റ് കറക്റ്റാണ്, പക്ഷെ അതിന്റെ ബീറ്റിനനുസരിച്ച് കറക്റ്റ് വരത്തില്ല. അതുകൊണ്ട് ഞാൻ കറക്റ്റാക്കി. ആൻഡ് നമുക്ക് കിടന്നുറങ്ങാം, സമയമായി. അത് കൂടാതെ നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണല്ലേ നിർത്തിപ്പോയത്. ഓക്കെ, എനിക്കൊന്നും ഓർമ്മ പോലും ഇല്ല. ഞാൻ അതിന് ശേഷം എന്തിനോ കയറിയായിരുന്നു ഒന്നുകൂടി. ഇത് ഞാൻ കാണിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ചോദിച്ചത് ഗ്ലിച്ചായോ? സാധാരണ നക്ഷത്രങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാൽ കിടക്കാൻ പറ്റുന്നതാണ്. ഇത് എങ്ങനെയാലും ഒന്ന് ശരിയാക്കണം. ഇത് നമ്മൾ എനിക്കുന്നതുമില്ല. ഞാൻ ഒരു വട്ടം വീണ് ചത്തായിരുന്നു കേട്ടോ. അതാണ് സംഭവിച്ചത്. അന്ന് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് രാത്രിയായി. ഞാൻ എന്തൊരു കാണിക്കാൻ പോയിട്ട് രാത്രിയായിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ ചാടി ഭാഗ്യത്തിന് ചത്തില്ല, പക്ഷെ വെള്ളത്തിൽ വീണു. പക്ഷെ ചത്തില്ല എന്ന് പറയാൻ പറ്റില്ല, ചത്തു എന്നും പറയാൻ പറ്റില്ല. ഓക്കെ, പകുതി ആട്ട് പോയ വെള്ളത്തിൽ ആ ബ്ലോക്കിൽ തട്ടിയിട്ട് വെള്ളത്തിൽ വീണു. അതൊരു ഇതുപോലെ ആയിരുന്നു. എന്താണെങ്കിലും നമുക്ക് നേരെ നെതറിൽ പോവാം. അതിന് ഞാൻ ഗോൾഡിന്റെ എല്ലാം ഇട്ടിട്ടുണ്ടോ? അത് പോയിട്, ഇല്ലെങ്കിൽ പാണി വാളും മച്ചാനേ. ഗോൾഡ് ഞാൻ ഇവിടെ അതാ നമ്മൾ ബാസ്റ്റ്യനിൽ പോയി കളക്ട് ചെയ്തൊക്കെ ഞാൻ കാണിച്ചായിരുന്നു. ഞാൻ ഇത് പോയി വെട്ടിയെടുത്തായിരുന്നു. ബാസ്റ്റ്യന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഗോൾഡ്. അതിന്റെ വീഡിയോ ഞാൻ ഇട്ടില്ലേ? അതിന്റെ വീഡിയോ ഞാൻ ഇട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ. നമ്മുടെ ഷീൽഡ് എവിടെ? എടാ ഷീൽഡ് കൂട്ടാ, ഷീൽഡ് ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. വേണമെങ്കിൽ ഷീൽഡ് ഉണ്ടാക്കാല്ലേ. ഫുള്ള് പണിയാണല്ലോ ഗൈസ്. ഒന്ന് കേറി വന്നതും പണി തന്നെ പണി. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എനിക്കൊന്നും ഇനി വലിയ മണ്ടയ്ക്ക് കയറാൻ. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കാം. ഇവിടെ ആയിട്ടൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് ഉണ്ടാക്കിയാൽ പോരെ. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ അത് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമ്മളൊക്കെ എന്തായിരുന്നു, ഷീൽഡല്ലേ? ഷീൽഡ് ഇവിടെ ഇല്ലല്ലേ? ഷീൽഡും കിട്ടി. എന്നിട്ട് ഷീൽഡ്, ഇത് മറ്റേ പോലെ അല്ലല്ലോ അല്ലേ? ഓക്കെ, നമ്മൾ ഷീൽഡ് വെച്ചു, ഫുഡ് എടുത്തു, ആക്സ് അത് ഇത് സെറ്റാണ്. കയറുന്നു. ഓക്കെ, നമ്മളാ ദുരൂഹത നിറഞ്ഞ നാട്ടിലേക്ക് പോകുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് കർട്ടൻ വന്നിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ ഒരു കർട്ടൻ ഉണ്ട്. എൻ്റെ പോർട്ടലിൽ നശിക്കല്ലേ പ്ലീസ്. പോർട്ടലിനൊന്നും പറ്റിയില്ല. അതാ ഇവിടെ ഗോൾഡ് ഉണ്ടായിരുന്നില്ല. എവിടെയായിരുന്നു? എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. അതാ ഇതിന്റെ മേലെ ഗോൾഡ് ഉണ്ടായി, ഞാൻ അത് എടുത്തായിരുന്നു കേട്ടോ. അതൊക്കെ ഇവിടെ വന്നിട്ട് പിക്കേക്സ് വെച്ച് ഞാൻ കളക്ട് ചെയ്തു. എടാ പെട്ടി പോലെ ഇരിക്കുന്ന സാധനം നെതർ ഫോർട്രസ് ഒന്നും അല്ല കേട്ടോ, ഞാനതാണെന്നാണ്. പിന്നെ ഞാൻ ഇവിടെ ഒരു പാലം പോലൊക്കെ ഉണ്ടാക്കി പോയിട്ട് താഴെ വീണ് ചത്ത്, എന്നിട്ട് തിരിച്ചു പോയി കളക്ട് ചെയ്ത്. അതാ
എനിക്കാണെ മര്യാദയ്ക്കൊന്നും കാണുന്നില്ല കേട്ടോ. ഇതാ ഈ ഒരു പാലത്തിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് ഞാൻ താഴെ വീണ് ചത്ത്. എന്നിട്ട് ഫുള്ള് സീനായി. ബാസ്റ്റിന്റെ ഉള്ളിൽ കയറാനല്ലായിരുന്നു ഞാൻ. എന്തിനാ ഗ്ലോ സ്റ്റോൺ അല്ലേ? അതന്നെ. ഞാൻ തന്നെ തെറ്റിന്നൊക്കെ വിചാരിച്ചേ. തെറ്റിയിട്ടൊന്നുമില്ല. എടാ ഇത് കണ്ടോ, ഈ ഷെയ്ഡ് ഇട്ടാ ഇത് കാണാൻ നല്ല കിടിലമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ മിന്നും. എടാ ഈ ഒരു സൈഡ് ഇപ്പൊ മിന്നിയില്ല. അത് കാണാൻ നല്ല രസമാണ്. പിന്നെ ഈ ഷെയ്ഡർ ഇട്ട് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡർ ഇതാണ്, ന്യൂബ്. പിന്നെ കമ്പ്യൂട്ടറിലാണെങ്കിൽ മറ്റേ കോംപ്ലിമെന്ററി ആണ്. അതെ. ആ ഇവന്മാര് നമ്മളൊന്നും ചെയ്തില്ലല്ലോ. നമ്മള് ഗോൾഡ് ഇട്ടിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്തിട്ട് ഞാൻ മൈക്ക് നേരെ ഇവിടെ ഇരിക്കടാ മൈക്ക്. ഓക്കെ. ഇപ്പൊ സെറ്റാണ്. ഇപ്പൊ എനിക്കൊരു കൂളിംഗ് ഉണ്ട്. നേരത്തെ ഒരു കഴുത്തിന്റെ അവിടെ നിന്ന് തട്ടി ഞാൻ അടിക്കുന്നില്ല. അടിച്ച് ഞാൻ ഇപ്പൊ ഓക്കെ. നമ്മൾ കളി ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞ് വന്നതിന് ശേഷം എന്തോ ഒരു മാറ്റം സംഭവിച്ച പോലെ. എന്തൊക്കെയോ സംഭവിച്ചു. എവിടെ ടോർച്ച് വെച്ചു. സോൾസ് ആൻഡ് ബയോ ഉണ്ടോ ഇവിടെ? ഇതെന്താ ഇത്? ലൈറ്റോ? ഇതെന്താടാ? സോൾ സാൻഡിന്റെ തിളക്കമാണല്ലേ? അത് രസമുണ്ട് കേട്ടോ. മറ്റേ വാടന്റെ ഒരു സാധനം ഇല്ലേടാ അത്. ഏട്ടാ മോനെ, ഇത് കാണാൻ നല്ല വൈബുണ്ട്. വൈബ് നോക്കിയിട്ട് സോറി ഗാസ്റ്റ് എന്നെ പണ്ടേ കണ്ടുകൂടെ. എന്തായിരുന്നു നമ്മളങ്ങനെ മച്ചായിട്ടല്ല ഉള്ളത്. നമ്മൾ ഗാസ്റ്റിന്റെ ഓടി ഒളിക്കണം. നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ നെതറിൽ വന്നു. ഓക്കെ, അത് ഞാൻ സമ്മതിച്ചു. അല്ല, നെതറിൽ വന്നിട്ടിപ്പോ എങ്ങനെയാ കാര്യം? എന്തുവാ ഇവിടെ കുറെ വീഡിയോ കിട്ടിയിട്ടുണ്ട്. എന്തിനാണോ ഞാൻ വെച്ച് ഇവിടെ നെതറൈറ്റ് ആണ്. നോക്കില്ല, ഞാൻ ഇവിടെ ഒരു ബേസ് പോലെ സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് കുഴിയൊന്നുമില്ലല്ലോ. ഇല്ല. ഓക്കെ. ഇവിടെ നമുക്ക് 56 -15 56 എത്രയിലോ നമുക്ക് നെതറൈറ്റ് കിട്ടും. നമുക്ക് ഇന്ന് പോണ്ട. നമുക്ക് അടുത്ത എപ്പിസോഡിലെങ്ങാനും നോക്കിയിട്ട് പോവാം. നിങ്ങൾ പിന്നെ കണ്ടന്റ് ഒക്കെ ഒന്ന് പറഞ്ഞാടാ. നിങ്ങളാണ് കണ്ടന്റ് പറഞ്ഞിരുന്നില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യണ്ടേ? ഈ മറ്റേ അയേൺ ഫാം ഒക്കെ വേണമെങ്കിൽ നമുക്ക് വില്ലേജറിനെ വേണം. അതിനൊക്കെ നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കണം. ഞാൻ നിങ്ങൾക്ക് ഒരു ഏതാ ഇരുന്ന് എല്ലാം തിന്നടാ. പോർട്ടൽ നശിച്ചാ നമ്മൾ പണി പാളുന്നല്ലാതെ വേറെ ഒന്നും പറയില്ല. ഇരുന്ന് എല്ലാം കഴിക്കി. മറ്റേ കഴിഞ്ഞ വട്ടം ഈ കണ്ടന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോ എനിക്ക് പറഞ്ഞൊന്നുണ്ടായി പണ്ട് കേട്ടോ. പുള്ളിക്കാരനൊന്നും ഇപ്പൊ കാണുന്നില്ല. സബ്സ്ക്രൈബേഴ്സിൽ കിടക്കുന്നുണ്ട്. പബ്ലിക് സബ്സ്ക്രൈബേഴ്സിൽ കിടക്കുന്നുണ്ട്. ഈ ഗാസ്റ്റ് നമുക്കൊരു ശല്യമാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു അവർ വേൾഡ്. ഞാൻ കളഞ്ഞു പോയിന്ന്. നാശത്തിന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ ബേസിൽ എനിക്കല്ലാതെ, പിന്നെ എൻ്റെ ആട്ടിൻകുട്ടികൾക്കല്ലാതെ, എൻ്റെ പശുക്കുട്ടികൾക്കല്ലാതെ വേറെ ആർക്കും അനുവാദം ഇല്ല. കേട്ടോടാ. അയ്യോ കേട്ടോ. വിച്ചേ അയ്യോ തീ പിടിച്ച്. ഗ്ലോ സ്റ്റോൺ അല്ല റെഡ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഗ്ലോ സ്റ്റോൺ എൻ്റെ പൊന്നെ, ഇതെന്താ? ഫയർ റെസിസ്റ്റന്റ് പോഷൻ കിട്ടി. അവിടെ കുറച്ച് മാറും. അത് മൈൻഡ് ചെയ്യണ്ട. അതിനിടയ്ക്ക് എൻ്റെ മൈക്കിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഇത് ഓഫ് ആവത്തില്ല. എന്നിട്ട് ശരിയായിട്ടോ താനെ. ഇപ്പൊ ഒരു കുഴപ്പമില്ല നമ്മുടെ മൈക്കിന്. ഇത് ചാവത്തില്ലല്ലോ അല്ലേ? ഇതിങ്ങനെ ഹാർട്ട് കുറയത്തേ ഉള്ളൂ. ലാസ്റ്റ് നിമിഷത്തിൽ ഓണാവും. ഇത് മാറ്റി. ഇതിന്റെ ആവശ്യമില്ല. ഇതിന്റെ ഉള്ളിൽ ഇരുന്നോട്ടെ. നമ്മുടെ 10 ഡയമണ്ട് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. എടാ, എന്റെ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടായിരുന്നല്ലോ. അതായിരുന്നു ഡയമണ്ട് പിക്കാക്സ്. നമുക്ക് ആ പെട്ടീനകത്ത് വെച്ചേക്കാം. ഇതല്ലല്ലോ. ഇതിന്റെ ഇവിടെ ഇരിക്കട്ടെ.
ഇത് ഇവിടെ ഇരിക്കട്ടെ. ലാപ്പിസ് ഉണ്ട്. പിന്നെ ഈ ബ്ലോക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് ബ്ലോക്ക് ഓഫ് ഗോൾഡ് കുറവുണ്ട്. ഇഷ്ടം പോലെ ബ്ലോക്ക് ഓഫ് ഗോൾഡ് ഉണ്ട്. ഗോൾഡ് വെച്ചിട്ട് നമുക്ക് വലിയ ഉപകാരമില്ല. അങ്ങനെ ഒരു സാധനമാണ്. നമുക്ക് നെതറൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഗോൾഡ് ഉപകാരമാണ്. അല്ലാതെ ഒരു ഉപകാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തേലും ഉണ്ടോ? എന്തേലും ഉണ്ടോ? ഓ 31 അത് കൊള്ളാലോടാ. നമുക്കെന്നാ ഇതിനകത്ത് ഫുഡില്ല. നമുക്കെന്നാ ഈ കോൾ എടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ട് ഇത് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. അതാകുമ്പോ ഫുഡായല്ലോ. ഇതാവുമ്പോ സ്റ്റീക്ക് ആവുമ്പോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഹെൽത്ത് കൂട്ടാൻ പറ്റും. ഞങ്ങൾക്ക് വേറൊരു സംഭവം ഞാന് ഓഫ് ക്യാമറയിൽ എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാൻ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. നമ്മൾ ഇങ്ങോട്ട് പോവാണെങ്കിൽ ഇങ്ങോട്ട് ഓക്കെ. ഓ നൈറ്റ് ആവാനായി. അത് മൈൻഡ് ചെയ്യണ്ട. നമ്മൾ നേരെ ഇങ്ങോട്ട് പോവാണെങ്കിൽ ഇതല്ല, ഇവനല്ല, അവനെ നോക്കണ്ട. അവൻ ചീപ്പടാ നീ. ഓക്കെ, ഇവിടേക്ക് പോകുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു സംഭവം സെറ്റാക്കി. നമ്മുടെ ഇതില്ലേ, നമ്മുടെ വുഡല്ല, ഡെർട്ട് വെച്ചിട്ട് നമ്മളിവിടെ ഫാം ഉണ്ടാക്കി. ഇത് സെറ്റല്ലേ? ഇതാകുമ്പോ നമുക്ക് കൊറേ കിട്ടും. കൊറേന്ന് പറഞ്ഞാൽ കൊറേ കിട്ടും. അതാണ് ഞാൻ കൊണ്ടുപോയി കളഞ്ഞത്. മറ്റേ ഇവിടെ അതിന്റെ പേരെന്താ, നെതറില്. ഇവിടെ നിന്ന് ഒരു വട്ടം ഫാം ഞാൻ കുറെ നേരം എഫ്കി ഇരുന്നിട്ട് ഒരു സെറ്റ് എനിക്ക് കിട്ടി. അതാണെങ്കിൽ ഞാൻ നെതറിൽ കൊണ്ടുപോയി കളയുകയും ചെയ്തു. ഇവിടെ എനിക്ക് ക്യാരറ്റ് കിട്ടുവാണെങ്കിൽ ക്യാരറ്റ് ഫാം ചെയ്യണമെന്നുണ്ട്. അതിന് നമുക്ക് XP ഫാം വേണം. അതാകുമ്പോൾ നമുക്ക് സോംബീനെ കൊന്നു കഴിഞ്ഞാൽ ക്യാരറ്റ് കിട്ടും. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. എങ്ങനെയുണ്ട്, സെറ്റല്ലേ? പിന്നെ വേറെ നമ്മൾ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു ചിക്കൻ ഫാം വേണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്ക് ഈ ചിക്കൻ തിന്നുമ്പോൾ എന്താ പറഞ്ഞോട് ഭയങ്കര രസമാണ്. ചിക്കൻ തിന്നുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. പിന്നെ റോ റാബിറ്റ് അല്ല, റോയല്ല, പച്ചമാംസം കഴിക്കരുത് ആരാരും. ഓക്കെ, ഇത് ഇനിയിപ്പോൾ നമുക്ക് വലിയ ഉപകാരമൊന്നുമില്ല. പക്ഷെ മീറ്റ് കിട്ടൂല. അതുകൊണ്ടാണ് ഞാനിത് മെയിനായിട്ട് പണിത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് പണിയാനായിട്ടാണ്. അതിന്റെ ഉപകാരം എന്തായാലും കഴിഞ്ഞു. ഇനി ഇത് ഉണ്ടല്ലോ നമുക്ക്. ഇത് ഞാൻ കാണിച്ചായിരുന്നു. ഇത് മഴ പെയ്യുമ്പോ കത്തൂടാ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എങ്ങനെയാണ് മഴ പെയ്യുമ്പോ കത്തുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. തീയില്ലാത്ത സ്ഥലത്തേക്ക് വെള്ളം തൊടുമ്പോൾ അത് കത്തുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്റെ ഒരു ഇതിൽ അങ്ങനെ കത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, സെറ്റ്. ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വലിയ കണ്ടന്റ് ഒന്നും ഞാൻ ഇതാക്കിയിട്ടല്ല വന്നത്. ഓക്കെ, പിന്നെ ഞാൻ കുറെ നാളായില്ലേ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട്. അപ്പൊ ചുമ്മാ ഒന്ന് അനക്കി നോക്കാന്ന് വിചാരിച്ച് വന്നേ ഉള്ളൂ. എൻ്റെ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് വേണം ബ്രെഡ് നോക്കൂല. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അല്ലെങ്കിൽ വേണ്ട എന്തായാലും ആയി. ഓക്കെ, സബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റിൽ വേറെ ഏതെങ്കിലും മാപ്പ് കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഹാർഡ് കോറോ 1 ബ്ലോക്കോ സ്കൈ ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ ചെയ്യുന്നതായിരിക്കും, ഉറപ്പായിട്ടും ചെയ്തായിരിക്കും. പിന്നെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് പറഞ്ഞുകൊണ്ട് ടാറ്റ ബൈ ബൈ. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ബൈ ബൈ.